ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിലെ കുറച്ച് പച്ചക്കറികൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത് വെണ്ടയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഉണ്ടാക്കണുണ്ടല്ലേ, നല്ല ഫ്രഷ് വെണ്ടയ്ക്കാണ്. ഇപ്പോൾ പറിക്കാൻ പാകത്തിന് കറക്റ്റ് നല്ല മൂപ്പായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ മൂത്താൽ അറിയാലോ, പിന്നെ അത് കൊള്ളില്ല. അപ്പോൾ കറക്റ്റ് പാകമാകുമ്പോൾ തന്നെ പറിക്കാൻ നോക്കണം. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പയർ. ഈ പയറിൻ്റെ ഇല നമുക്ക് നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ നമുക്കത് ഇലക്കറി തോരൻ വയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഈ പയർ. ഇപ്പോൾ പയറുണ്ടായി തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ പാവൽ നല്ലോണം ഇങ്ങനെ പിടിച്ച് കയറി പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം കാണുമ്പോൾ നല്ല രസം. ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ ചെടി ഇങ്ങനെ വലുതായി വരുന്നത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലേ. പൂ ഉണ്ടായിട്ടില്ല, അങ്ങനെ നല്ലോണം കയറി പോയിട്ടുണ്ട് കേട്ടോ പാവൽ. ഇത് നമ്മുടെ മഴമറയായിരുന്നു. മഴമറയുടെ ബാക്കി കുറേ നാൾ ഇത് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ അതൊക്കെ പോയി. ഇത് നോക്കാൻ സമയമില്ലാണ്ടൊക്കെ ആയി. ഇപ്പോൾ വീണ്ടും മഴമറയല്ലെങ്കിലും ഇത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ നല്ല രീതിയിൽ ആക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വെള്ളരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളരി കണ്ട, വെള്ളരി പൂ അതോ മത്തനാണോ? ഇപ്പോൾ എന്തായാലും മത്തനല്ലേ, ഇത് മത്തനാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മ നട്ടാണ്. അപ്പം എനിക്ക് അമ്മയും അച്ഛനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഇത് ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ പൂ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മത്തനാണോ സംശയമുണ്ട്. ഓക്കെ, എന്തായാലും അത് പൂ ഉണ്ടായിട്ടുണ്ട്. മത്തനും വെള്ളരിയും ഒക്കെ ഇതിൽ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ പയർ തന്നെയാണിത്. ചീര കുറേ നമ്മൾ പറിച്ചെടുത്തായിരുന്നു. പച്ചച്ചീര ഞാൻ വേറെ വീട്ടിൽ കാണിച്ചായിരുന്നു. ഇത് തക്കാളിയാണ്. തക്കാളി ഉണ്ടായി വരുന്നുള്ളൂ. ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് കണ്ടോ, പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് തക്കാളിയിൽ. പിന്നെ കൂടാതെ ഇവിടെ ഉള്ളത് കണ്ടില്ല, വഴുതനയാണ്. വഴുതന പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറേ ആയാൽ നമുക്ക് മടുക്കും. എന്നാലും കുറച്ചൊക്കെ എപ്പോഴും വഴുതനയൊക്കെ ഉണ്ടായാൽ നിറയെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറേ ആകുമ്പോൾ നമുക്ക് മടുക്കുമെങ്കിലും എപ്പോഴും രണ്ട് മൂന്നെണ്ണെങ്കിലും ഉള്ളത് എപ്പോഴും നല്ലതാണല്ലേ. നമുക്ക് സാമ്പാറിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് വഴുതനങ്ങയൊക്കെ. പിന്നെ അതുപോലെ ഇത് ചീര, ഇത് ചുവന്ന ചീര കേട്ടോ. പച്ചച്ചീര നമ്മൾ കുറേ പറിച്ചെടുത്താൽ ചുവന്ന ചീര ഇങ്ങനെ കുറേ അധികം ഇത് മാറ്റി നട്ടിട്ടില്ല. അപ്പോൾ ഇത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. ചുവന്ന ചീര കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ. എനിക്കത് പച്ചക്കറി കൃഷി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് മനസ്സിൽ. പ്രത്യേകിച്ച് നമ്മൾ ജൈവ രീതിയിൽ നടുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലെ നടുന്നത് എപ്പോഴും നമുക്കൊരു എന്നുവെച്ചാൽ നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറിയാണല്ലോ ഇത്. പിന്നെ കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ ഒരു കോവൽ നിറയെ കോവയ്ക്ക ഉണ്ടാവാറുണ്ട്. ഈ കോവൽ എന്ന് വെച്ചാൽ അങ്ങനെ പഴുത്ത് പോവില്ല. കാരണം ഇതിന് സാധാ നാടൻ കോവലല്ല, അത് ഇങ്ങനെ ഉരുണ്ടിരിക്കും. അപ്പം എത്ര മൂത്താലും അതിൻ്റെ അകം ചുവന്നിരിക്കും, വരില്ല. അത് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കോവൽ. ഇതിലെപ്പോഴും കോവയ്ക്ക ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒഴിച്ചുവിടാത്ത സംഗതിയാണ് ഈ കാന്താരി മുളക്. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ, അത് നിറയെ നിൽക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.